ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഇന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ക്ലീൻ ആക്കുന്നതിന് മുന്നേ 750 ഗ്രാം കൂന്തൽ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ കൂന്തൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. വലിയ ജീരകം ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നായി വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് അവസാനം 1 ടീസ്പൂൺ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പൊടികളെല്ലാം നന്നായി ചൂടാക്കിയെടുക്കണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ പൊടികളെല്ലാം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തക്കാളി നല്ലപോലെ വെന്തുടയണം. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആയാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൂന്തൽ കുക്കാവുന്ന സമയത്ത് അതിലെ വെള്ളമൊക്കെ പാനിലേക്ക് ഇറങ്ങി വരും. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വേണം കൂന്തൽ വെന്ത് കിട്ടാനായിട്ട്. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കൂന്തലിലെ വെള്ളമൊക്കെ നല്ലപോലെ പാനിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് ആയാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ കൂന്തലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇതിലെ വെള്ളമെല്ലാം കുറേ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്.
അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.